അപ്പോൾ ഇത് നമ്മളുടെ സ്റ്റേക്കേഷൻ്റെ തേർഡ് പാർട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഹോട്ടൽ റൂമിൽ എത്തിയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് റൂമിൻ്റെ ഒരു റൂം ടൂർ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ സൈഡിൽ ഒരു ടേബിൾ ഉണ്ട്. നമ്മളെ കീബോർഡൊക്കെ വെക്കുന്ന ആ ഒരു ഷേപ്പിലെ ടേബിളാണ്. അതിന് 2 പാളിയുണ്ട്, എന്ത് വേണമെങ്കിലും വെക്കാം. അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് വേറൊരു വലിയ കബോർഡ് ഉണ്ട്. അതിൽ നമ്മളുടെ അയൺ ബോക്സ്, അതിൻ്റെ ടേബിളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് വലിയൊരു കബോർഡ് ഉണ്ട്. അതിൽ ലോക്കർ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ ഈ കബോർഡൊന്നും നമ്മൾ യൂസ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവന്ന് ചെയറിലാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ടി വിൻ്റെ താഴെ തന്നെയായിട്ട് അവിടെയും 2 ഈ പാളിയുള്ള ഒരു കബോർഡൊക്കെ ഉണ്ട്. എന്ത് വേണമെങ്കിലും വെക്കാം. പിന്നെ ഇത് ഇരിക്കുന്നു നമ്മളുടെ ബാത്റൂം. കുറേ കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ ഇട്ടൊരു കലക്കാൻ എൻ്റെ കറവേട്ട. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് വേറെ ഒരു മിറർ ഉണ്ട് കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ വരുമ്പോൾ തന്നെ വലിയൊരു മിറർ ഉണ്ട്. അങ്ങനെ ഇവിടെ 2 മിറർ ഉണ്ട്. പിന്നെ ഈ ഒരു ഫോട്ടോ ഫ്രെയിം ഇല്ലേ, വൈറ്റും ബ്ലൂവും കോമ്പിനേഷൻ വെച്ചിട്ട് മിനിമലായിട്ട് നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെ നമുക്ക് കാപ്പി, ചായ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കി കുടിക്കാം. പിന്നെ ബാത്റൂം വലിയ സ്പേഷ്യസ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മീഡിയം സൈസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കൊള്ളാം. അവിടെയും ഫോട്ടോ ഫ്രെയിമൊക്കെ വെച്ചിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെയും ഒരു മിറർ ഉണ്ട്. പിന്നെ സൈഡിലായിട്ട് എപ്പോഴത്തേക്കും എൻ്റെ വീക്ക്നെസ് ആയിട്ടുള്ള ബാത്ത് ടബ് ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് ഇതിനുള്ളിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടം. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം. പിന്നെ നമ്മളുടെ കോഫിയൊക്കെ ഉണ്ടാക്കേണ്ടതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ചെറിയൊരു ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ റൂമൊക്കെ ഒന്ന് കറങ്ങി കണ്ടിട്ട് ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു നൈറ്റ് ഡ്രസ്സ് ഞാൻ ഡേ ടു ഡേ വാങ്ങിച്ചതാണ്. 20 ദിർഹംസേ ഉള്ളൂ. പക്ഷെ തുണി നല്ലതാണ്, ഇടാനും നല്ല കംഫർട്ടാണ്. ഞാൻ അലക്കിയിട്ടും അതിൻ്റെ കളറും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. പിന്നെ നമ്മൾ ബോറടിച്ചപ്പോൾ TV ഓൺ ചെയ്തു കേട്ടോ. എൻ്റെ ഒരു ടി വിയിൽ യൂട്യൂബ് ഒന്നും ആക്സസ് ചെയ്യാൻ പറ്റില്ല എന്നായിരുന്നു. കാരണം നമ്മൾ മുന്നേ വർക്ക് ചെയ്തപ്പോഴല്ല, മുന്നേ നമ്മൾ താമസിച്ചപ്പം അവിടെ അവർ കുറച്ച് ചാനൽസ് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ തമ്മിൽ ഭേദം തൊമ്മൻ എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഒരു കാർട്ടൂൺ നോക്കി. പല ഭാഷയിലും പല കാര്യങ്ങളിലുള്ള കുറേ ന്യൂസ് ചാനൽസും ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് പറ്റിയത് വേറെ ഒന്നും കിട്ടിയില്ല. അപ്പം ഇത് കണ്ട് തൃപ്തി അടയാന്ന് വിചാരിച്ചു. പിന്നെ ബുക്കാറൂൻ്റെ അസുഖം ഇപ്പിച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മളൊരു ഫിഷിൻ്റെ ഒരു ഫ്രൈ, അതിൻ്റെ പേരും കാര്യങ്ങളും ഞാൻ മറന്നു കേട്ടോ. നമ്മൾ ഈ മൈദയിൽ നമ്മുടെ മീൻ മുക്കിപ്പൊരിക്കുന്ന ഒരു സെറ്റപ്പ്, നമ്മുടെ KFC പോലെ തന്നെ നമുക്ക് ഫ്രൈസും കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ടാവും. അവരുടെ റൂം സർവീസാണ്. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യുമ്പം ഒരു ആപ്പ് വരും. ആ ആപ്പിൽ കൂടെ നമ്മൾ തലാപ്പാത്തിലൊക്കെ ഓർഡർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഓർഡർ ചെയ്യാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും സാധനം നമ്മുടെ വീട്ടിലെത്തും. വീട്ടിലല്ല, റൂമിൽ. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടൻ കാപ്പി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. ഏട്ടന് ബ്ലാക്ക് കോഫി, എനിക്ക് മിൽക്ക് കോഫി. വലിയ ടേസ്റ്റും കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു കുഞ്ഞി ഡപ്പയിലുള്ള പാലൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കണത്. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെയാണ് ഞാൻ ആ നഗ്നമായ സത്യം മനസ്സിലാക്കി. നമുക്ക് യൂട്യൂബ് കിട്ടും. അങ്ങനെ ഞാൻ അലയൻസ് കിട്ടിയ സന്തോഷമാണ് നിങ്ങൾ ആ മുഖത്ത് കണ്ടുകൊണ്ടിരിക്കണേ. ഞാൻ അലയൻസിൽ ഭയങ്കര അഡിക്റ്റഡാണ്. നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ 24/7 പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല. അങ്ങനെ അതൊക്കെ കണ്ട് കാപ്പിയൊക്കെ കുടിച്ച് കുറച്ച് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിരിക്കുക. ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അപ്പം അത്രയേ ഉള്ളൂ.